ദൈവനാഥന് മഹത്വം ഉണ്ടാകുമാറാട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ്. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാടിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഇവിടെ തിരുവചനം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു സർദീസിലെ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് നാം വായിച്ചു കേട്ട വാക്യം എന്ന് പറയുന്നത്. ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തു സർദീസിലെ സഭയിലുള്ള ആളുകളോട് പറയുകയാണ്, നിങ്ങളിൽ ഒരു ഉണർവിൻ്റെതായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടാകണമെന്ന് യേശു ക്രിസ്തു പറയുന്നതായിട്ട് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് നാം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് രണ്ടാമത് വരുന്ന ആ മഹത്തായ ദിവസം എത്തിച്ചേരുന്നത് വരെ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന നാം ഓരോരുത്തരും തിന്മയ്ക്കെതിരെ ജാഗ്രതയുള്ളവരായിരിക്കണമെന്നും അതിനെ നേരിടാനായിട്ട് നമുക്ക് ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നാം പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളായിട്ടുള്ള നാം ഓരോരുത്തരും ശക്തി പ്രാപിക്കുക എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ അനേകമായിട്ടുള്ള വാക്യങ്ങളിലൂടെ നാം എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കണം എന്ന് കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന് 42-ാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പിൻ. അതായത് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കർത്താവായ യേശുക്രിസ്തു എന്നാണ് തിരികെ ഈ ഭൂമിയിലോട്ട് കടന്നു വരുന്നതെന്ന് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ലഭിക്കത്തില്ല. അല്ലെങ്കിൽ ഏതൊരു ദിവസമാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ എത്തിച്ചേരുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണാനായിട്ട് സാധിക്കുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതായത് കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ ഈ ഭൂമിയിലോട്ട് തിരിച്ച് രണ്ടാമതും കടന്നു വരും. എന്നാൽ അത് എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു വരവ് എത്രയും വേഗത്തിൽ ഉണ്ടാകുമെന്നും ആ വരവെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് ചേർക്കുവാനായിട്ട് നാം ഒരുക്കമുള്ളവരായിരിക്കാനായിട്ട് കർത്താവ് യേശുക്രിസ്തു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഈ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനായ സ്ഥിതിക്ക് നാം നോക്കുമ്പോൾ ഒരു റെയിൽവേ പാളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ആ പാളത്തിലൂടെ വരുന്ന ഒരു ട്രെയിൻ അപകടത്തിലാവുകയും ആ ഒരു ട്രെയിനിന് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കാതെ വരുന്നു. അപ്രകാരം തന്നെ മനുഷ്യനായിരിക്കുന്ന നാം ഓരോരുത്തർക്കും ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഒരു സ്ഥാനമാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ ഒരു സ്വർഗത്തിലേക്കുള്ള പാതയിൽ നമുക്ക് അനേകമായിട്ടുള്ള പ്രതിസന്ധികൾ പിശാച് കൊണ്ടുവരാനായിട്ട് ഇടയുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ പിശാച് നമ്മെ കീഴടക്കുമ്പോൾ നമുക്ക് ആ സ്വർഗീയമായിട്ടുള്ള പാതയിൽ സഞ്ചരിക്കുവാനായിട്ട് കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തില് പത്രോസ് നമുക്ക് ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. അതായത് ക്രിസ്ത്യാനിയായിരിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ അനേകമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്. അത് നാം ഓരോരുത്തരും തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു സമയത്തും എന്തൊരു തരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരു കഷ്ടത്തിന്റെ ആയിട്ടുള്ള അനുഭവം കടന്നു വരുമെന്ന് നാം എപ്പോഴും പ്രത്യാശിക്കുക. അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അതിനു വേണ്ടിയിട്ട് നാം ജാഗ്രത ഉള്ളവരായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് പറയുന്നത്, അലറുന്ന സിംഹം എന്ന പോലെ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും ഏതൊരു നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങളോ അല്ലെങ്കിൽ എന്തൊരു തരത്തിലുള്ള പ്രതിസന്ധികളോ കഷ്ടപ്പാടുകളോ കടന്നു വരും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നാം ഒരു അറിവുള്ളവരായിരിക്കാം. നാം അതിന്റെ ഉള്ളിൽ ഒരു ജാഗ്രത ഉള്ളവരായിരിക്കാനായിട്ട് കർത്താവ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ സദൃശവാക്യങ്ങളിൽ യേശുക്രിസ്തു പ്രകാരം പറയുന്നുണ്ട്, എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ചു ജീവിക്കുക. അത്തരത്തിൽ ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിശാച് കൊണ്ടുവരുന്ന ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ പൈതലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരും. അങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വരുമെന്ന് കരുതി നമ്മൾ അതിനെ ഭയത്തോടു കൂടി നേരിടാതെ ആ പ്രതിസന്ധി കടന്നു വരുമ്പോഴും കർത്താവായ യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ദൈവം നല്ലത് വരുത്തും എന്ന പ്രത്യാശ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. നമുക്കൊരു അപകടങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തിന്മയ്ക്കായിട്ട് ഒരിക്കലും മാറുകയില്ല. കാരണം ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് ചുറ്റും അയച്ചിട്ടുണ്ട്. ആ ദൂതന്മാരെ നമ്മളെ കാവൽ ചെയ്യുമെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നാം
നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിശാച് അനേകമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരും. കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു മരിച്ചതിലൂടെ പിശാചിനെ തോൽപ്പിച്ചെങ്കിലും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സ്വർഗീയദാനമായ രക്ഷ നമുക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിശാച് അനേകമായിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാനായിട്ട് ഇടയായിത്തരും. എന്നാൽ നാം ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവസ്നേഹത്തില് ദൈവത്തെ അനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ പിശാച് കൊണ്ടുവരുന്ന അത്തരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ തിന്മയ്ക്കെതിരെ പോരാടുവാനും അതിനെതിരെ ജാഗ്രതയുള്ളവരായിരിക്കാനും നമുക്ക് സാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്തരത്തില് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിച്ച് ദൈവസ്നേഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഒരു നല്ല ദൈവ പൈതലായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതിനാൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് സന്തോഷവും സമാധാനം നിറഞ്ഞ നല്ലൊരു ഭാവിയിലൂടെ ജീവിക്കാനായിട്ട് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിന് നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ദിവസം നൽകി തന്നതിനായി സ്തോത്രം. നല്ലൊരു പ്രഭാതം കാണാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമായി തീർക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയമകൻ ഷാജീനെയും അതുപോലെ തന്നെ നോറേനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ്. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നല്ലൊരു വർഷക്കാലം കൊടുക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവരും ദൈവത്തോട് ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന ഓരോ തരത്തിലുള്ള തിന്മകളിലെ ജാഗ്രതയുള്ളവരായി അതിനെ നേരിടാൻ തൊക്കാണ് ദൈവസ്ഥാനത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് സ്വർഗ്ഗത്തിൽ ദൈവം ഞങ്ങളെ സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സ്ഥാനം ഞങ്ങൾക്ക് അജീവച്ച കർത്താവിന്റെ നാമത്തിൽ താഴ്മയുടെ അഭിഷേകമുള്ളതെന്ന് കേൾക്കണം. സ്ത്രീകൾ നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസത്തെ നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മളെ എടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.